നിങ്ങളിൽ ഓരോരുത്തരുടെയും, നിങ്ങളിൽ ഒരാളുടെ എല്ലാ ജോയിന്റുകളുടെ പേരും ഓരോ പ്രഭാതത്തിലും അവന്റെ മേൽ എന്ത് ബാധ്യതയുണ്ട്? സദഖയുണ്ട്. നമ്മൾ ഈ 360 ജോയിന്റിനും 360 ധർമ്മം കൊടുക്കണം ഡെയിലി. ഒരു സുന്നത്തായ ധർമ്മമാണ്. നിർബന്ധ ധർമ്മം ഞാൻ നേരത്തെ പറഞ്ഞു. അതെന്താ? ഇതൊന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ഹറാമ് ചെയ്യരുത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നിൽക്കലാണ് നമ്മുടെ നിർബന്ധമായ അതിനോടുള്ള ശുക്ർ. അതിന്റെ പുറമെ ഐച്ഛികമായി സുന്നത്തായി ഡെയിലി നമ്മൾ 360 സദഖ ചെയ്യണമെന്നാണ്. ശരിക്കും മനസ്സിലാക്കുക, 360 സദഖ ഡെയിലി നമ്മൾ ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. 360 സദഖ എന്ന് പറയുമ്പോൾ സദഖ എന്നുള്ളത് നമ്മളാകെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തേ ഉള്ളൂ? ധർമ്മം ചെയ്യാന്ന് പറയുമ്പോൾ പൈസ കൊടുക്കുക, ക്യാഷ് കൊടുക്കുക, അതാണല്ലോ നമ്മുടെ മനസ്സിൽ വരിക. അങ്ങനെ ഇപ്പോൾ ഡെയിലി 360 ദിർഹമോ അല്ലെങ്കിൽ 360 ഈ ജോയിന്റിനുള്ള ധർമ്മം ഇപ്പം എന്താ കൊടുക്കാൻ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമോ? സ്വാഭാവികമാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മാർഗങ്ങൾ പറയാണ്. ഇതിനൊക്കെയുള്ള സദഖ, അതിനൊരു മാർഗമുണ്ട്. നിങ്ങൾ കാശ് കൊടുക്കണം എന്നില്ല. കാശ് കൊടുക്കൽ മാത്രമല്ല സദഖ. ഏതൊക്കെ സദഖയാണ് എന്ന് വിവരിച്ചു തരികയാണ് ഈ ഹദീസിലൂടെ. അവിടെ നിന്നിട്ട് പറയാണ്. അപ്പൊ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ എല്ലാ ജോയിന്റുകളുടെ മേലും ബാധ്യതയുണ്ട്. സദഖത്തുൻ, സദഖ ബാധ്യതയുണ്ട് എല്ലാ പ്രഭാതത്തിലും. ഇനി പറയാണ് എന്തൊക്കെ സദഖയാണ്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ. അപ്പൊ നിങ്ങൾ സുബ്ഹാനല്ലാഹ്, എല്ലാ തസ്ബീഹും സദഖയാണ്, എല്ലാ തസ്ബീഹും സദഖയാണ്. അപ്പൊ ഇതെല്ലാം കൂടി 360 അങ്ങനെ തികച്ചോളൂ. തസ്ബീഹുകൾ ചൊല്ലിക്കോളൂ. എല്ലാ തസ്ബീഹും സദഖയാണ്. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊരു സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ. എല്ലാ സ്തുതി പാഠനവും എല്ലാ സ്തുതി പറയലുകളും സദഖയാണ്. അൽഹംദുലില്ലാഹ് സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖത്തുൻ. എല്ലാ തഹ്ലീലുകളും സദഖയാണ്. എന്താ തഹ്ലീൽ എന്ന് പറഞ്ഞാൽ? അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്നുള്ള നമ്മുടെ ഉറച്ച പ്രഖ്യാപനമാണ് തഹ്ലീൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖത്തുൻ. എല്ലാ തക്ബീറും സദഖയാണ്. അല്ലാഹു അക്ബർ, അപ്പൊ സുബ്ഹാനല്ലാഹ് സദഖയാണ്. അൽഹംദുലില്ലാഹ് സദഖയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സദഖയാണ്. അല്ലാഹു അക്ബർ സദഖയാണ്. എല്ലാം സദഖയാണ്. അതുകൊണ്ടും തീർന്നില്ല. വ അംറുൻ ബിൽ മഅറൂഫി, ഒരാളോട് ഒരു നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കൽ സദഖത്തുൻ, സദഖയാണ്, ധർമ്മമാണ്. ഇസ്ലാമിൽ എന്തൊക്കെ മഅറൂഫായ നല്ല കാര്യങ്ങളുണ്ട് നമ്മളത് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക, അത് ഉപദേശിക്കുക, അത് കൽപ്പിക്കുക, അത് സദഖയാണ്. വനഹിയുൻ അനിൽ മുൻകരി സദഖത്തുൻ, ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് തടയലും വിരോധിക്കലും സദഖത്തുൻ, സദഖയാണ്. നമ്മളെ കൊണ്ട് എങ്ങനെയാണോ കൽപ്പിക്കാൻ കഴിയുക അങ്ങനെ ചെയ്യുക, നമ്മളെ കൊണ്ട് എങ്ങനെയാണോ വിരോധിക്കാൻ കഴിയുക അങ്ങനെ ചെയ്യുക. വിരോധിക്കുക എന്നുള്ളതിന് പല തട്ടുകളുണ്ട്. നാവ് കൊണ്ടുള്ള വിരോധം കൊണ്ട് പറഞ്ഞിട്ട്, കൈകൊണ്ട് തടഞ്ഞിട്ട്, അതൊക്കെ കഴിവിന്റെ ഓരോരുത്തരുടെ പരിധി പോലെ ഇരിക്കും. എല്ലാവർക്കും എല്ലാം കഴിയൂല. എന്താണോ നമ്മുടെ കഴിവ് അത് ചെയ്യാം. ആ നിലക്ക് മുൻകറിൽ നിന്ന് തടയുക എന്നുള്ളതും സദഖത്തുൻ, സദഖയാണ്. ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഇനി മറ്റു ചില ഹദീസുകളിൽ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വാഹനത്തിൽ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കുന്നത് സദഖയാണ്. ഒരു വാഹനം ഓടിച്ചു പോകണമെങ്കിൽ സീറ്റ് ഉണ്ട്, ഒരാൾ നടന്ന് വിഷമിച്ചു പോകുന്നു, അയാളെ കയറ്റി നമ്മൾ കൊണ്ടുപോകുന്നു, സദഖയാണ്. നമ്മളെ വണ്ടിയിൽ ഒരാളെ കൊണ്ടുപോകുന്നു, സദഖയാണ്. ഒരാളുടെ പാത്രത്തിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, സദഖയാണ്. വഴിയിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും നിലക്കുള്ള തടസ്സങ്ങളെ, മുള്ളോ കുപ്പിച്ചില്ലോ പോലെയുള്ള വസ്തുക്കളെയൊക്കെ വഴി സുഗമമാക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് നമ്മൾ അത് എടുത്തു നീക്കുന്നു, സദഖയാണ്. ഇങ്ങനെ ധാരാളമുണ്ട് സദഖയുടെ വകുപ്പുകൾ. ഇതൊക്കെ പറഞ്ഞതിന്റെ ശേഷം ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വയുജ്സിഉ മിൻ ദാലിക, ഇപ്പറഞ്ഞതിന് എല്ലാം കൂടി മതിയാകുന്നതാണ്. ഈ പറഞ്ഞതിന് എല്ലാം കൂടി മതിയാകുന്നതാണ്. ഈ 360 ജോയിന്റുകൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട സദഖകൾക്കെല്ലാം എല്ലാം കൂടി നിങ്ങൾ എന്ത് നിർവഹിച്ചാൽ മതി? റക്അതാനി യർകഉഹുമാ മിനദ്ദുഹാ, 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ മതി. യർകഉഹുമാ റക്അതാനി, 2 റക്അത്ത് അതിന് പകരമാകുന്നതാണ്, മതിയാകുന്നതാണ്. യർകഉഹുമാ, ആ 2 റക്അത്തും നിങ്ങൾ നിർവഹിക്കുന്നു. മിനദ്ദുഹാ, ദുഹാ സമയത്ത്, ദുഹായിൽ നിന്ന് നിങ്ങൾ നിർവഹിക്കുന്ന 2 റക്അത്ത് നിസ്കാരം ഈ പറഞ്ഞ 360 ജോയിന്റുകൾക്കുള്ള സദഖക്ക് പകരമാണ്.
സുബ്ഹാനല്ലാഹ്, നമുക്ക് ഏറ്റവും വലിയൊരു എളുപ്പമല്ലേ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ളുഹാ നിസ്കാരം നിർബന്ധമല്ല, പക്ഷേ ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ്. അതിലൂടെ നമുക്ക് ഈ 360 ജോയിന്റുകളോട് ചെയ്യാനുള്ള സദഖ നമുക്ക് നേടുകയാണ്. അപ്പൊ 360 സദഖയുടെ പുണ്യം കിട്ടും. 360 സദഖയുടെ പുണ്യം കിട്ടും. ഏതിന്? 2 റക്അത്തെങ്കിലും ളുഹാ നിസ്കരിച്ചാൽ. അപ്പോൾ ളുഹാ നിസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മളൊക്കെ കേട്ടവരാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. നമ്മുടെ സഹോദരങ്ങളെ, ളുഹാ നമസ്കാരം ഇപ്പോൾ റമദാനൊക്കെ കഴിഞ്ഞു. റമദാനിലൊക്കെ അത് നിർവഹിക്കാൻ ശ്രദ്ധിച്ചിരുന്നു നമ്മൾ പലപ്പോഴും. ഇനി റമദാൻ കഴിഞ്ഞാൽ പലപ്പോഴും അതൊക്കെയാണ് പോകും. ഇപ്പോൾ റമദാൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആ ളുഹാ നിസ്കാരം മുടങ്ങാതെ അങ്ങനെ കൊണ്ടുപോവുക. എപ്പോഴാണ് അതിൻ്റെ സമയം? സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച് കലണ്ടറുകളിലൊക്കെ ഷുറൂഖിൻ്റെ സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. സൂര്യൻ ഉദിച്ചും കഴിഞ്ഞ് ആ ഷുറൂഖിൻ്റെ സമയം എത്രയാണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ്, മിനിമം 20 ഏറ്റവും നന്നായി. അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് അവിടെ മുതൽക്ക് ആരംഭിക്കുകയാണ്. ഏതുവരെ ആവാം? ളുഹർ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് വരെയൊക്കെ നിർവഹിക്കുകയും ചെയ്യാം. അങ്ങനെ നീണ്ടു കിടക്കുന്ന സമയമാണ്. ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്? സൂര്യൻ നല്ലോണം ചൂട് പിടിച്ച് നല്ല വെയിൽ പിടിക്കുന്ന സമയത്താണ്. അപ്പോഴാണ് അതിൻ്റെ ഉത്തമ സമയം. ഇപ്പോൾ സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച ഹദീസുകളിൽ കാണാം, സ്വഹാബി ഒരിക്കൽ ചില ആളുകൾ ളുഹാ നിസ്കരിക്കുന്നു, കുറച്ച് നേരത്തെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവർ ഈ സമയത്ത് നിസ്കരിക്കുന്നത് മാറ്റിയിട്ട് കുറച്ചും കൂടെ ശ്രേഷ്ഠത കിട്ടുമായിരുന്നു, പിന്നെ കുറച്ചും കൂടെ ചൂട് കഠിനമായ സമയത്ത് നിർവഹിക്കുകയാണെങ്കിൽ അതായിരുന്നു നന്നായിരുന്നത്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്വലാത്തുൽ അവ്വാബീന ഹീന തർമുലുൽ ഫിസാൽ, അവ്വാബീങ്ങളുടെ നമസ്കാരം, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരുടെ നമസ്കാരം ഒട്ടകക്കുട്ടികൾ ചൂടുകൊണ്ട് വിഷമിക്കുന്ന നേരത്താണ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടത്താണ്. ഒട്ടകക്കുട്ടികൾക്ക് നല്ല ചൂട് എല്ലാവർക്കും അനുഭവപ്പെടുന്നൊരു നേരമാണല്ലോ. അതുകൊണ്ട് കുറച്ച് നല്ല വെയിലൊക്കെ കനത്ത് ഒന്നാണ്ട് ഉച്ചയോടടുക്കുന്ന, അഥവാ കുറച്ചും കൂടിയും നല്ല വെയിലൊക്കെ ആയ ഒരു 10, 10:30, 11 മണിക്കൊക്കെ ആ സമയത്ത് നിർവഹിക്കുന്നതായിരിക്കും നന്നാവുക എന്ന് അഫ്ദലായ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് കേട്ടുകൊണ്ട് സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പള്ളികളിൽ ഷുറൂക്ക് വരെയൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ ഷുറൂക്ക് കഴിഞ്ഞ ഉടനെ തന്നെ അവരെന്ത് ചെയ്യും? ഈ 15 മിനിറ്റ് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കും. അത് ളുഹ തന്നെയാണ്. അപ്പം നിസ്കരിക്കാം. ഞാൻ സമയത്ത് ഒരാൾ അതുവരെ ഇരിക്കുന്ന ആളല്ലേ, എന്നാൽ അവർ ആ നിസ്കാരം എന്ത് ചെയ്യുക? പിന്തിക്കുക. ഇനി അപ്പം നിസ്കരിച്ചവർക്കും പിന്നെ എന്ത് ചെയ്യുക? ളുഹ എന്ന് പറയുന്നത് കേവലം 2 റക്അത്ത് മാത്രമല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ളുഹ 4, അവിടുന്ന് ളുഹ 4 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. വയസീദു മാഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിക്കുന്നത്ര ചിലപ്പോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം 4 ഒതുങ്ങൂല, മിനിമം 2 നിസ്കരിക്കുക. 4 ശ്രേഷ്ഠത. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ പിന്നെ അള്ളാഹിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ള ഖുദ്സിയായ ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. അള്ളാഹു തആല വിളിച്ചു പറയുന്നുണ്ട്, അള്ളാഹു തആല അറിയിച്ചിട്ടുണ്ട് എന്ത്? യബ്ന ആദമേ, മനുഷ്യ ഇർകഅലി മിൻ അവ്വലിൻ നഹാരി 4 റക്അത്ത്, നീ പ്രഭാതത്തിന്റെ തുടക്കത്തിൽ നീ എനിക്ക് എന്ത് ചെയ്യേ? 4 റക്അത്ത് നിസ്കരിക്കുക. എങ്കിൽ അക്ഫിക ആഖിറഹു, അതിന്റെ അവസാനം വരെ ഞാൻ നിനക്ക് അത് മതിയാവുന്നതാണ്, നിനക്ക് സംരക്ഷണം ഉണ്ടാകും എന്ന്. ഒരു 4 റക്അത്താവാം, ഉത്തമം അതുണ്ട്. ഇനി 8 നിസ്കരിച്ചിട്ടുണ്ട്. ഇപ്പൊ മക്കം ഫതഹിന്റെ ഘട്ടത്തിൽ, മക്കാ വിജയത്തിന്റെ വേളയിൽ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ ഒരു അബൂ താലിബിന്റെ മോള് കൂടിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബന്ധാണല്ലോ. അപ്പോൾ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഞാൻ മക്ക ജയിച്ചടക്കിയ ആ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുന്ന് കുളിക്കുകയാണ്. കുളിക്കുമ്പോൾ മകളായ ഫാത്തിമ നബി തങ്ങൾക്ക് ഇങ്ങനെ മറ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മറക്കപ്പുറത്താണ് അള്ളാഹുവിൻ്റെ റസൂല് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ സലാം പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂല് മറക്കപ്പുറത്താണ്. അപ്പം ഞാൻ സലാം ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയിട്ട് ചോദിച്ചു, മന്നാദിഹി, ആരാന്ന് ചോദിച്ചു. ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന ഉമ്മുഹാനി ബിൻത് അബീ താലിബ്, നബി ഞാൻ അബൂ താലിബിന്റെ മോള് ഉമ്മുഹാനിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, മർഹബ ബി ഉമ്മുഹാനി, ഉമ്മുഹാനി സ്വാഗതം, മർഹബ എന്നിങ്ങനെ അവിടുന്ന് സ്വാഗതം പറഞ്ഞു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഖാമ ഫസല്ല 8 റക്അത്ത്, അതാണ് പൈരവിഷയം. കുളി കഴിഞ്ഞിട്ട് അവിടുന്ന് 8 റക്അത്ത് നിസ്കരിച്ചു. അതിൽ പറയുന്നുണ്ട് അത് സ്വലാത്തുൽ ളുഹയായിരുന്നു എന്ന് അതിൻ്റെ ബാക്കി ഭാഗത്ത് പറയുന്നും ഉണ്ട്. അപ്പോൾ 8 വരെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മുതൽ 8 വരെയാണ് അതിൻ്റെ പരിധി എന്ന് പറഞ്ഞവരുണ്ട്. ഇനി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വയസീദു മാഷാ അല്ലാഹ്, ഒരാൾ 2 ഇങ്ങനെ എത്ര നിസ്കരിക്കുകയാണെങ്കിലും അതിന് പരിധിയൊന്നുമില്ല എന്ന അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 2
നമ്മൾ നിർവഹിച്ചാൽ നമ്മളെ ബോഡിയിലുള്ള 360 ജോയിന്റുകൾക്കുള്ള സദഖയായിട്ടാണ് അത് എണ്ണപ്പെടുന്നത്. അത്ര വലിയ പുണ്യം അതിനുണ്ട്. മാത്രമല്ല സ്വലാത്തുൽ അവ്വാബീന എന്ന് പറഞ്ഞു, അവ്വാബീങ്ങളുടെ നിസ്കാരമാണത്. അവ്വാബ് നിസ്കാരം എന്ന് പറയുന്നത് ഈ ദുഹാ നിസ്കാരത്തെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഇശ്റാഖ് നിസ്കാരം എന്ന ആളുകൾ പറയാറുള്ള ഷുറൂഖ് വരെ പള്ളിയിൽ ഇരുന്ന് അല്ലെങ്കിൽ വീട് സുബഹിന്റെ ശേഷം ഇരുന്ന് ആ ശേഷം നമ്മൾ സൂര്യോദയവും കാത്തിരുന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിസ്കരിക്കുമ്പോൾ അതും ഈ ദുഹായിലാണ് പെടുന്നത്. എന്തായിരുന്നാലും ഇങ്ങനെ ഏറ്റവും പുണ്യമുള്ളൊരു കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറിലും സഫറിലും ഒക്കെ നിർവഹിച്ചു എന്നൊക്കെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. യാത്രയിലും ഒക്കെ അത് നിർവഹിച്ചിരുന്നു എന്നാണ്. മാത്രമല്ല ഇനി അതിൽ എന്താണ് ചൊല്ലേണ്ടത്, പ്രത്യേകിച്ച് സൂറകളൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ചില ആളുകളൊക്കെ ആ സമയത്തിന്റെ പ്രത്യേകത ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വദ്ദുഹാ വല്ലൈലി, രണ്ടാമത്തേതിൽ അലം നശ്റഹ് ലക സദ്റക, ഇങ്ങനെ അധ്യായങ്ങളൊക്കെ സുന്നത്തുണ്ട് എന്ന് പറയാറുണ്ടെങ്കിലും ഹദീസുകളിൽ അതിനൊന്നും അടിസ്ഥാനമില്ല. അപ്പൊ എന്താണോ നമുക്ക് എളുപ്പമുള്ളത്, അങ്ങനെയാണല്ലോ, നമുക്ക് എന്താണോ എളുപ്പം ഓതാൻ കിട്ടുന്നത് അത് പാരായണം ചെയ്യാം. ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് എന്താണോ അത് പാരായണം ചെയ്യാം. അങ്ങനെ നമുക്ക് എത്ര കഴിയുന്നത് നിസ്കരിക്കുന്നത് നമ്മൾ ഒരിക്കൽ നിസ്കരിച്ച് ഒഴിവാക്കാതിരിക്കുക, ഇടയ്ക്കൊക്കെ ഒഴിവാക്കുക, സുന്നത്തുകൾ അങ്ങനെയാണല്ലോ. എന്നാൽ നിത്യമാക്കുക എന്നുള്ളതിന് വലിയ പുണ്യമുണ്ട്, പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഏറ്റവും പുണ്യമാർന്ന ഒരു നിസ്കാരമാണ് ദുഹാ നമസ്കാരം. നമ്മളത് പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അവനോട് നന്ദി കാണിക്കുന്ന, അവനിലേക്ക് അടുക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നിരതരായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.